അല്ല, ഇവിടെ പകല് കരിമ്പുലിയൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഒരു ഗ്രൂപ്പ് റൈഡേഴ്സ് പോയപ്പോൾ ഒരു ജീവിയെ കണ്ടിരിക്കുകയാണ്. വെള്ളമില്ലെങ്കിൽ ആനപ്പിണ്ടം പിഴിഞ്ഞ് കുടിക്കേണ്ടി വരും. കരിമ്പുലി. ഞങ്ങളിപ്പോൾ ഒരു സ്പ്ലെൻഡർ 2013 മോഡലിൽ കല്ലേലി അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ വൈൽഡ് ലൈഫ് ആക്ടിവിറ്റീസ് ഉള്ളൊരു ഏരിയ. വല്ലത്തിനെയും കണ്ടാൽ നമ്മൾ കാണിക്കും. ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഞങ്ങൾ പകുതിയായിട്ടുണ്ട് റൂട്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ നമ്മൾ പോകുന്നത്? നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. നേരെ പോകുമ്പം ഇതാണ് അച്ചൻകോവിലാന്ന് മാത്രം അറിയാം. അതുകൊണ്ട് അവിടെ ചെറിയൊരു ടൗൺ ഗ്രാമം. നമ്മളിപ്പം കാട്ടിലെ ഉൾവനത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയി ഞങ്ങൾ ഫേസ് ബ്ലർ ചെയ്യുന്നതായിരിക്കും, പേടിക്കണ്ട. കൊച്ചിപ്പോൾ പറന്ന് പുറയുന്നത് നമ്മൾ. ഇവിടെ പല ആനിമൽ സൈറ്റിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ പകൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സീനില്ലായിരിക്കും. ഇവിടെ പുലിയൊക്കെ ഇറങ്ങി രാത്രി. അല്ല, ഇവിടെ പകല് കരിമ്പുലിയൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഒരു ഗ്രൂപ്പ് റൈഡേഴ്സ് പോയപ്പോൾ. വാർണിംഗ് സൈൻ. കണ്ടോ, ചരിഞ്ഞ് ഓടിക്കണമെന്ന്. നീ ചരിച്ചു. കൊള്ളക്കാര് എനിക്ക് തോന്നിയത് ഹാരിസൺ എസ്റ്റേറ്റ് ആയിരിക്കും. ഫോട്ടോ എടുക്കില്ല, അവിടെ നിന്ന് ഫോട്ടോ എടുക്കില്ല. കാപ്പല നമ്മളെ ചേസ് ചെയ്ത് ഇടിച്ചിടും. റേവൻസ് 3 റേവൻസ് നേരെ പോന്നോ? അത് ആന ചെയ്തതാ. നമ്മളിപ്പം ഡേഞ്ചറായിട്ടുള്ള വഴി കൂടെയാണ് പോകുന്നത്. നേരെ പോവാന്നോ? പറയും ആരും ഈ വഴി അങ്ങനെ പോകത്തില്ല. നമ്മൾ ആരും പോകാത്ത ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ പോവാ. ഈ അവസ്ഥ അങ്ങ് വരെ കേട്ടോ. തിരിച്ചു ഈ വഴിയാണ് വരണ്ടേ. അച്ചൻകോവിൽ എവിടാന്നറിയാവോ? അച്ചൻകോവിൽ തമിഴ്നാട്ടിലാ. അച്ചൻകോവിൽ വീട്ടുകാർ പോവല്ലോ അമ്പലത്തിൽ. അത് തമിഴ്നാട്ടിലാ. പോണോ? നിങ്ങൾ ആ അമ്പലത്തിൽ പോയതാണോ? ഞങ്ങൾ അന്ന് തെങ്കാശി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അച്ചൻകോവിൽ കയറിയിട്ട് തിരിച്ചു വന്നതാ. ഇതുവഴി ആരും പോകണ്ടെന്ന് പറഞ്ഞതാ മയില്. തിരിച്ചു വന്നപ്പോൾ 6-7 കാട്ടുപോത്തിനെയും മയിൽ എല്ലാത്തിനെയും കണ്ടു ഞങ്ങൾ. ഇത് എത്ര കിലോമീറ്റർ ഉണ്ട്? 20 കിലോമീറ്റർ. ഈ റോഡോ? അദ്ദേഹം ചോദിച്ചാൽ പോണോന്ന്. ആന വരുവാണെങ്കിൽ അങ്ങനെ ചത്തെന്ന് വിചാരിക്കാം. ബ്രോ, അങ്ങനെ ചത്തൊന്നും വിചാരിക്കാൻ ഒക്കത്തില്ല. എന്താ ജീവിതമല്ലേ? ജീവിതമല്ലേ പിന്നെ. ജീവക്കിഴപ്പൊന്നും അല്ല. ഇതാണ് അവര് റീലിനകത്ത് പറയുന്നത് വഴി. കാട്ടിക്കൂടെ തമിഴ്നാട്ടിൽ പോകുന്നത്. തൃശ്ശൂരുകാരൊക്കെ കമന്റ് ചെയ്യുക. താനിപ്പോൾ ഇറങ്ങും കാട്ടാന. വൈൽഡ് എലിഫന്റ്. അതിന് അപരിചിതനകത്തെ മറ്റേ മരം. 10 കിലോമീറ്റർ ആന കേൾക്കുമോ? ആര് പറഞ്ഞത്? അങ്ങനെ ആനയ്ക്ക് 10 കിലോമീറ്റർ ഹിയറിംഗ് സ്പാൻ ഉണ്ട്. നമ്മളിപ്പം ഈ 10 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ഒരു ആന ഉണ്ടെങ്കിൽ നമ്മൾ വരുന്നത് കേട്ട് കാണും. അപ്പോൾ ഇവിടെ നിന്ന് വളവിട്ട ആന കേൾക്കുമോ? അതൊക്കെ ആനയോട് ചോദിക്കണം. നാളെ പിന്നെ ആരാ പറഞ്ഞത്? പുറകിൽ നിന്ന് വല്ല കാട്ടുകുതിരയും വരുന്നുണ്ടോന്ന്. ഇവിടെ ആൾ
ആളൊക്കെ ഉണ്ടോ? വേണ്ട, ആരൊക്കെ ഉണ്ട്? റബ്ബറുണ്ട് ഇവിടെ. ഇവിടെ ആളൊന്നും ഇല്ല, മരമൊക്കെ ഉണ്ട്. റബ്ബറുള്ള സ്ഥലത്ത് ആന കരുതില്ല പറയത്തില്ലേ? റബ്ബർ കുത്തിമറിക്കുന്ന കാര്യം നീ കേട്ടിട്ടുണ്ടോ? ആന അതാ പന്നിയെ കുത്തി മറിക്കുന്നു. അല്ലല്ല, റബ്ബറോ? വലിയ വലിയ മരങ്ങൾ. ഇവിടെ തിട്ട ഇടിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ പോടാ കൊടുക്കേ. നീ ഒരു ബോധമില്ലല്ലോ. ഇവിടെ കൊണ്ടുവന്നില്ല നിർത്തി. എടാ നമ്മുടെ മുഖം ഒരു പറയില്ലാതെ എങ്ങനെയാടാ ഒരു മുഖം ഒന്നും വേണ്ടല്ലോ. ഒരു ഇൻട്രൊഡക്ഷൻ പോലും ഇല്ലാതെ എങ്ങനെ ഒരു വ്ലോഗ് വരുന്നത്? ഇതാ ഇൻട്രൊഡക്ഷൻ. നീ പറ. ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ മറന്നുപോയി. ഞങ്ങളിപ്പോൾ ഒരു സ്പ്ലെൻഡർ 2013 മോഡലിൽ കല്ലേലി അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ വൈൽഡ് ലൈഫ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഏരിയ. വല്ലത്തിനെയും കണ്ടാൽ നമ്മൾ കാണിക്കും. ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഞങ്ങൾ പകുതി ആയിട്ടുണ്ട് റൂട്ട്. ഞങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ ബ്ലോഗ് അപ്ലോഡ് ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതെടുത്തിട്ട് ആൾക്കാർ റിക്കവർ ചെയ്തിട്ട് ചിലപ്പോൾ വിടും. നാട്ടിലെ ഒരു ആദിവാസിയാണ്. ആടാ അങ്ങനെയൊക്കെ എവിടെ പോയിട്ട് വരും ഇവിടെ? ഇത് നീ ചുമ്മാ പേടിപ്പിക്കില്ല. പിന്നെ എനിക്കൊരു പേടിയില്ല. നല്ല റോഡാണല്ലോ. നല്ല റോഡായി. ഇയാളോടെ പറത്തി പോന്നേ. എനിക്കറിയാവോ? എനിക്കറിയാവോ? ആനയെ കണ്ടാ കണ്ടു. നമ്മൾ അഡ്വഞ്ചർ ഉള്ള സ്ഥലത്തെത്തി. അതിനാണ് ഈ വഴി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഫുൾ ഓഫ് റോഡ്. പൊളിഞ്ഞിറക്കും. ഒരു വണ്ടി വരുന്നു. ഒരു ജീവയെ കണ്ടിരിക്കുകയാണ്. വീഡിയോ ഉണ്ടോ ഇതിൽ? നിങ്ങളുടെ വീഡിയോ ഇല്ല. പിന്നെ നമ്മൾ പറയും ഗ്രാഫിക്സ് ആഡ് ചെയ്യും നമ്മൾ മൂവിയിൽ. ഇവിടെ കണ്ടു വെച്ചാൽ അമ്മ കരിമ്പുലിയെ കണ്ടായിരുന്നു. ഏതോ ഒരു റൈഡിങ്. അവര് ഈ വീഡിയോ കാണുവാണെങ്കിൽ അടിയിൽ വന്ന് കമന്റ് ഇടുക. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. കരിമ്പുലി ഞാനൊരു ആദ്യമേ പോയിട്ടുണ്ട്. കരിമ്പുലി വീട് കറുമ്പുളി ഇല്ല കരിമ്പുലി. കരിമ്പുലി കരിമ്പുലി ഒരു പട്ടിയാണ്. മരി പട്ടീനെ വല്ലായിരിക്കും കണ്ട്. വണ്ടിയാ ഓഫീസ് എടുത്തു അല്ലേ? റേബീസാ? നേരെ അതിനോട് കൊടുക്കും. എല്ലാവരും പോയി. കരിമ്പൂലി കണ്ട സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പട്ടി, കറുത്ത പട്ടി. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടെ എല്ലാം ആനക്കുണ്ടോ? എലിഫന്റ് ഡങ്കി. എലിഫന്റ് ഡങ്കി. ഗോറോ? ആ, വൈൽഡിന്റെ ഗോറോ. അതാ ഞാൻ ഉദ്ദേശിച്ച കാട്ടുപോത്തൊന്ന്.
ഇത് ഇതുകൊണ്ട് ജുറാസിക് പാർക്ക് പോലുണ്ട്. കിളിയൊക്കെ ചലയ്ക്കുന്നു. പിന്നെ കാട്ടിൽ കിളിയാണ്. കുണ്ടത്തി കിളിയൊക്കെ ചുമ്മാ ചലയ്ക്കത്തില്ല. അതിലൊക്കെ പ്രശാനക്കുണ്ടം. പ്രശാനക്കുണ്ടം. We are closing to elephants. വെള്ളമില്ലെങ്കിൽ ആനപ്പിണ്ടം പിഴിഞ്ഞ് കുടിക്കേണ്ടി വരും. അറിയാമോ ബ്രോ? അടങ്ങ്. മനുഷ്യന്മാരൊന്നും കാണുന്നില്ലല്ലോ. ഇത് ഓടയിലെ വെള്ളം ഊറ്റി കുടിക്കേണ്ടി വരും. ബ്രോ എന്തോ ബ്രോ? മനുഷ്യന്മാരൊന്നും കാണുന്നില്ലല്ലോ. നമ്മളൊരു 5 മിനിറ്റ് മുന്നേ ഒരു മനുഷ്യനെ കണ്ടായിരുന്നു. സമയം എത്രയായി? ഫ്രഷ് ആനപ്പിണ്ടം. കണ്ട പോലെ തോന്നി. മറ്റേ വെള്ളത്തിൽ പിന്നെയും പ്രശ്നം. എനിക്ക് തോന്നേ ഞാൻ ഒരു ആനയെ കണ്ട പോലെ തോന്നി ആ വെള്ളത്തിൻ്റെ അവിടെ. ആനപ്പിണ്ടം ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തോ മരുത്തര കാണിക്കുന്നേ. ആനയുള്ള വഴി കൂടെ ബൈക്കും ഓടിച്ചോണ്ട് പോകുന്നു. അത് കാട്ടാന. എപ്പോൾ ആന കാണുന്നു അപ്പോൾ വണ്ടി വിളിച്ചോണം. തിരിച്ചു വരുമ്പോ ഇതെല്ലാം കൂടെ ഒടിഞ്ഞു കിടക്കുവാന്ന് എന്തോ ചെയ്യും? ഓടിയത്തൊന്നുമില്ല. അത് ഒടിഞ്ഞിരിക്കുക. അതുകൊണ്ട് ബ്രോ ബൈക്കല്ലയോ കാട്ടിൽ കൂടെ കയറ്റിക്കൊണ്ട് പോവാം. ഏത് നിമിഷം വേണേലും നമ്മൾ ആനയെ കാണാം. മിണ്ടായി മയില്. അതുകൊണ്ട് മയില് ലെഫ്റ്റില് ഇതൊക്കെ ന്യൂസിനകത്ത് വരും നമ്മൾ ചത്തു കഴിഞ്ഞാൽ. ഒരു അയ്യോ മീനുണ്ടായിരുന്നു അതിനകത്ത്. ആ കുളം പോലത്തെ സാധനത്തിൽ മീനുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇത് എന്തൊരു സാധനം വന്നു സാധനം. കുളിയുള്ള സ്ഥലം. ബാക്കിലോട്ട് എപ്പോഴും ഒരു കണ്ണ് വേണം കേട്ടോ. അതിൽ തിരിഞ്ഞു നോക്കണം. നമ്മളിപ്പോൾ 2 വൈൽഡ് ലൈഫിനെ കണ്ടു. ഫോണിൻ്റെ ചാർജ് മുഴുവൻ തീർക്കണ്ട. 2 ഐഫോണുള്ള മണ്ടന്മാരാ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് ഇറങ്ങിയേക്കുന്നത്. കാട്ടി വല്ലതും പെട്ടുപോയാൽ ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ ഫോൺ ഓഫ് ആവും. ബ്രോ വാച്ചുണ്ട് ബ്രോ. സൗത്ത് നോർത്ത് പറയാം. എന്തിങ്ങനെ പറയുന്നു? അതുകൊണ്ട് അടുത്ത മൈൽ മൈൽ ഈ കോക്ക്. നമ്മൾ മനുഷ്യരാണോ അതോ എന്തുവാന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇത്ര അടുത്തൊക്കെ റോഡിൽ കൂടെ ആൾക്കാർ പോകുന്ന എപ്പോഴും കാണുന്നില്ല. അമ്മ എന്തേലും കയറിയിട്ട് പണ്ട് ഉക്കൻ കാട്ടുക്കൻ വീട്ടിൽ നിവാസിക്കാർക്ക് മറ്റേ മലയല്ല കേരളത്തിൻ്റെ നമ്മളായിട്ട് മലയില്ലേ ഇത് കിട്ടും. നമ്മളൊരു കിളി പറഞ്ഞു പോയി. നമ്മളൊരു വ്യൂ ഉള്ള ഒരു സ്ഥലത്ത്
ഇതുപോലെയൊക്കെ ടൂണ് കേട്ടണം. അവന്റെ വീഡിയോ ഇങ്ങനെ റോ വീഡിയോ അതൊക്കെ ആൾക്കാർ കാണണ്ടേ. ഏതാ കഴിഞ്ഞ സിറ്റിയാണോ? അല്ല നീയല്ലേ പറഞ്ഞ തമിഴ്നാടാണ്. അപ്പൊ തമിഴ്നാട്ടിൽ മറ്റേ ദന്തിൽ കട്ട് ബിരിയാണി കിട്ടത്തില്ലേ വണ്ടി? ഈ റൂട്ട് ഈ വഴി അങ്ങ് നേരെ നേപ്പാൾ പോയാലോ ഇവിടെ? നേപ്പാൾ നേപ്പാൾ നേപ്പാൾ. ഫ്രണ്ട്സ് നമ്മൾ സർപ്രൈസ് ആയിട്ട് വെക്കാറില്ലേ? അതിപ്പോൾ ഇവിടെ ഏതോ ജീവി പോയിട്ടുണ്ട്. ആന ഇറങ്ങുന്ന വഴി കണ്ടോ? നടന്നു പോയി. ഉടുമ്പല്ലേ അത്? ഉടുമ്പാണോ അതോ എന്തോ പറയും? മയിലെ ഞെട്ടിപ്പോയി പറയും. എന്തോ ജീവി അറിഞ്ഞോ? ഞാൻ കൊശാന്ന് എന്താ പോന്ന കണ്ടു. ഇന്റർവൈറ്റ് ഇടാം. എന്റെ ജീവൻ പോയി. ഞാൻ വിചാരിച്ചു അവിടെ തന്നെ ഇറങ്ങി വരുമോ. ഒരു ഉടുമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് ചാകും. നമുക്ക് പറയില്ല ഉടുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ വിടത്തില്ലെന്ന്. അല്ല ഉടുമ്പിന് ഇതാ വിഷമുണ്ട്. ഉടുമ്പിനല്ലത് കിമോണോ ലിസേർഡിന്. ഒരു മൈലുമില്ല. ഉടുമ്പിന് വിഷമുണ്ട്. അതൊന്നും അറിയത്തില്ല. ഉടുമ്പിനൊക്കെ വിഷമുണ്ട്. ഞാൻ പറയുന്നത് നോക്കുന്നു. അതിക്കരയൊക്കെ മറ്റേ മുമ്പേ അവിടെ കാൽപാത കണ്ടു ഫ്രഷ് ആയിട്ടുണ്ട്. അതിന്റെ ആന ഇറങ്ങുന്ന സ്ഥലം നീ കണ്ടില്ല? ആനയുടെയാണോ കൊച്ചു കാൽപാത? ഒരു കടുവയുടെയോ കാൽപോത്തിന്റെയോ കാൽപാത കണ്ടു. ഒരു ഉടുമ്പ് പോയപ്പോഴത്തേനും അവന്റെ കയ്യിൽ നിന്നൊക്കെ വണ്ടി അങ്ങ് പോയി. വെട്ടിയൊക്കെ പോന്നു. എവിടെ പോയി കയ്യിൽ വണ്ടി? വണ്ടി എവിടെയും പോയില്ല. വണ്ടി ഇല്ല. കൊതാന്ന് വെട്ടിയാ പോയത്. ഒരു ആന വന്നായിരുന്നെങ്കിൽ അളിയ ചത്തേനെ. ആനയെ നേരത്തെ കാണും. കുടുംബം കാലിന്റെ ഇടയെന്നാ ചാടിപ്പോയത്. അന്ന് ഒരു പുലി വന്നായിരുന്നല്ലോ. ശബ്ദം കേൾക്കുന്നത് പയ്യെ പോയി. ഇടത്തോട്ട് നോക്ക്. വലത്തെനിക്ക് വലത്തോട്ട് ഇടത്തോട്ട് നോക്കി ഉടുമ്പുവാണ്. അങ്ങനെ ഇറങ്ങി ഇത് പിടിക്കുന്ന കേട്ടോ. അപ്പൊ ഇതിന്റെ മൈലേജ് ഇല്ലയോ? ഇല്ല. ഇത്രയും പെട്രോൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തിരിച്ചു പോകാൻ പെട്രോളില്ല. അപ്പൊ ഇതിന് എത്ര മൈലേജ് ഉണ്ട്? ഇപ്പൊ പോയത് 10-40 അങ്ങനെ കിട്ടി കാണും. ഒരു ഊമ്പിയ റോഡിൽ കൂടെ അത്രയല്ലേ മൈലേജ് ഇടത്തുള്ളൂ. നീ മനസ്സിലാക്കേണ്ടത് ഇല്ല, നമ്മൾ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് പിന്നെ ഒത്തിരി ദൂരെ ആയിരുന്നല്ലോ. അപ്പൊ തിരിച്ച് സിറ്റി ചെല്ലാനുള്ള ഇത് കാണും. ഉണ്ടായാ മതി. ആനയുള്ള റോഡിൽ കൂടെ ഒക്കെ തെള്ളിക്കൊണ്ട് നടക്കേണ്ടി വരും. തള്ളണോടാ. എന്തുവാ നീ ആനയെ പേടിക്കുന്നത്? നീ എന്തായാലും ഇത്ര എത്തി. ഇവിടെ അച്ഛൻ പോകില്ല. ഇയാൾ വക്കത്തെത്തിയപ്പോഴാണ് തിരിഞ്ഞു പോകാന്ന് പറഞ്ഞ പേടിച്ചത്. ഇയാളാ പേടിച്ചത്. ഇയാളാ കേറ്റം കണ്ടപ്പോ നമുക്കെന്നാ തിരിച്ചു പോയാലോ, പറിച്ചാലോ? ഒരു മൈലില്ല. ഇയാളാ പേടിച്ചത്. ഇപ്പൊ മൈലില്ല. പേടിച്ചേ. ഞാൻ പറഞ്ഞു ആ സൈഡിൽ നിന്ന് കുറെ നേരമായിട്ടുണ്ടോ. പ്രിഡേറ്റർ ആണോ? അതാ നമ്മളെ ട്രാക്ക് ചെയ്ത് വരുവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചള്ളക്കുഴി ഉണ്ടെങ്കിൽ ചള്ളക്കുഴി വേണം പ്രിഡേറ്ററിനെ കൊല്ലാൻ. പ്രെഡേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അല്ല കടുവ വല്ലതും നമ്മുടെ പുറകിന് ഇതാക്കി ട്രെയിൽ ചെയ്ത് വരുവാ. കരടിയായിരിക്കും. കരടിയൊന്നും അങ്ങനെ വരത്തില്ല. കരടി ടെറിട്ടറിയിലാന്നേ ഉള്ളൂ. BSNL കൊണ്ട് കാട്ടി റേഞ്ച് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങല് ആയിരിക്കും. നമ്മളിപ്പോൾ ഉൾവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഉൾവനമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. വനത്തിൽ നിന്ന് നമ്മൾ ചെറിയ വനത്തിലേക്ക് ഇറങ്ങി. വനത്തിലാണ് നമ്മൾ. ഉള്ളൊന്നും വെളിയൊന്നും ഒന്നുമില്ല, വനത്തിലാ. വനവാ, 2 സൈഡിലും വനവാ. ഇടയിൽ കുറച്ച് മരമൊന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ല വൃത്തിക്ക് കാണായിരുന്നു ഈ ആറൊക്കെ. നമ്മൾ ഇന്ന് 3 മയിലിനെയും ഒരു ഉടുമ്പിനെ കണ്ട സീന പൊസന്ന് വന്നത് സ്റ്റോറിയുടെ മറ്റേ മൂങ്ങ. നമ്മള് വന്നടാ എണ്ണപ്പന കണ്ടെടുത്ത്. എണ്ണപ്പന അല്ലായിരുന്നു അത്, മുളയാണോ? സർവൈവിംഗ് സ്കില്ലില്ല കേട്ടോ, എണ്ണപ്പനയാണത്. ബ്രോ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ നമുക്ക് തോന്നി. ദൂരത്തുനിന്ന് കാണുന്ന ഒന്നുമല്ല നമ്മൾ അടുത്ത് കാണുമ്പോൾ. കുട്ടികളെ അതൊരു ജീവിത പാഠമാണ്. അതൊരു പാഠമാണ്. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇല്ല അതെല്ലാം കാണും. എല്ലാം ഇത് അൺകട്ടഡ്, അൺസെൻസേഡ് അൺകട്ടഡ്. അണ്ടി ഇതവിടെയും കാണും. ഇതവിടെ നീ അൺസെൻസർ ചെയ്യണം. നീയാ എഴുത്തത് ഉണക്കല്ലേ? അല്ല ഫോണിൽ പിടിച്ചോണ്ടിരുന്നാ പോരായോ? അന്ന് ഇവിടൊക്കെ കാട്ടുപോത്തിനെ കണ്ടതാ ഞങ്ങള്. കാട്ടുപോത്തല്ല, വയലിന്റെ മോറ് ഇവിടെ കൂടെ എല്ലാം. എന്നിട്ട് നൈസിന് ആ ഹെൽമെറ്റ് ഇങ്ങനെ തന്നില്ലേ എൻ്റെ കയ്യിലും, അതിനെ തലയിലോട്ട് വെക്കുന്നേ. ഓ മൈതേ നടുക്കോട്ട് വെക്കും വരുന്നത്. നീ ഇതിട്ടേക്കുവാണോ? എന്താ മുമ്പ് തന്നെ നീ ഇയാൾ മെയിലിട്ടേ? ഇത്ര നേരം മെയിൻ ലോഡി, അപ്പൊ മെയിൻ വർക്കാവുന്നത് മനസ്സിലായി. മനസ്സിലാക്കിയോ? എന്തുവാ 150 രൂപയ്ക്ക് അടിച്ചത് ഇത്ര നേരമേ മെയിൻ ലോഡി ഉള്ളൂ. മെയിനിലാണോ അതിന് നമ്മൾ 150 അടിച്ചത്? ആ അപ്പോൾ ഇതിന് മൈലേജ് ഇല്ലയോ? ഇല്ല, മാറി. ഇത്രയും പെട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ പെട്രോൾ ഇല്ല. കേരള ഫോറസ്റ്റ് കടുവ. എന്തോ നീ പറഞ്ഞേ? വെള്ളത്തിന്റെ ശബ്ദം. ഇങ്ങനത്തെ സ്ഥലത്തല്ലേ മറ്റേ റാപ്റ്റർ വരുന്നേ? പുല്ല് മീനുണ്ട് കേട്ടോ. ഇതേതപ്പുഴയാ? ഭാരതപ്പുഴയോ? കുരങ്ങന്റെ കുഞ്ഞു കുരങ്ങനും കുഞ്ഞു കുരങ്ങനും എന്ത് കുരങ്ങൻ? കുരങ്ങുണ്ട് അവിടെ. കുരങ്ങ് അങ്ങോട്ട് പോകുമ്പോൾ കിട്ടും. നീ അത് വല്ലതും എടുക്കുക. ഏതാണ്ട് ഇതാ ഒരു കുരങ്ങന്റെ ഫാമിലി കിട്ടടോ. കടിച്ചോളാം. നമ്മളിവിടെ ഒന്നും എടുത്തില്ലല്ലോ. ഇവിടെ എടുത്തില്ല. നമ്മൾ ഇത് ഒരു പെട്ടെന്ന് തുടങ്ങിയതായിരുന്നുകൊണ്ട് തുടക്കം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു തുടക്കം. This is the beginning. The beginning. The beginning. ലാലേട്ടന്റെ ഉടനും വേറെ ഇവിടെ ഷൂട്ട് ചെയ്യായിരുന്നു. എന്താ ഇവിടെ ആയിരിക്കും ഷൂട്ട് ചെയ്തത്. കൊടും ഇരുട്ടില് നല്ല മഴ ഉണ്ടെങ്കിൽ എന്താ അതും ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഷൂട്ട് ചെയ്തത്. മുമ്പിയ റോഡും ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഷൂട്ട് ചെയ്തത്. പാട്ടുകേട്ടങ്ങ് ഊങ്ങിപ്പോയി. ഇനി മമ്മൂട്ടിക്കൊരു തിരിച്ചുവരവില്ല. മമ്മൂട്ടി ഇനി എന്തോ ഒരു ഡ്രാക്കുളയായിട്ടൊക്കെ ഉള്ളൊരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. പറയും മമ്മൂട്ടിയുടെ വാമ്പയർ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നു. ലോകറ്റും അങ്ങ് പൊട്ടണമല്ലേ? ലോകത്ത് റീലായിരിക്കും മമ്മൂട്ടി വരുന്നത്. അല്ല, വാമ്പയർ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ടോ? ചിലപ്പോൾ 100 കോടി അടിക്കുമായിരിക്കും. പാട്ടുകേട്ട് അടിക്കുമോ? അതിന് മുള്ളു മാത്രമുള്ള ഒരു കമ്പ് ഒടിഞ്ഞ് കിടക്കുന്നു അവിടെ.